ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അങ്ങനെ ടോക്സിക് മൂവി കണ്ടു. അപ്പോൾ ഈ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിരുന്നു എന്ന് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഈ സിനിമ ടോട്ടലായിട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിൽ യാഷ് നല്ല പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ്റെ കാര്യത്തിലായാലും ശരി, പുള്ളിക്ക് വന്നിരിക്കുന്ന ക്യാരക്ടറുകൾ, ഇതിൽ 2 ക്യാരക്ടറുകൾ പുള്ളി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലായാലും ശരി, പുള്ളി വളരെയധികം ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ഷൻ്റെ കാര്യത്തിൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ മാത്രമല്ല, ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇതിൽ അച്ഛനും മകനും റോളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടീസർ കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ അച്ഛനാകട്ടെ നല്ല ജിമ്മം ബോഡിയാണ്, ബോഡി ഫിറ്റ്നസ് ചെയ്തിട്ട് തന്നെയാണ്, താടിയും മുടിയൊക്കെ വെച്ചിട്ട്. മകൻ ക്യാരക്ടറാണെങ്കിൽ പോലീസ് കട്ടിങ് ഒക്കെ ചെയ്ത്, അതും പുള്ളിയും ഇതേപോലെ തന്നെ ബോഡി ഫിറ്റ്നസ് ഉണ്ട്. പക്ഷേ 2 ബോഡി ലാംഗ്വേജും വ്യത്യസ്തമാണ്. അച്ഛൻ ക്യാരക്ടറിന് മസിൽ കുറച്ച് നന്നായിട്ടുണ്ട്, മകൻ്റെ ക്യാരക്ടറിന് കുറച്ച് ഡയറ്റൊക്കെ ചെയ്ത് ഒന്ന് തടിയൊക്കെ കുറച്ചിട്ട് ഉള്ള ബോഡി പോലെയാണ് സിനിമയിൽ കാണുന്നത്. അതായത് യാഷിൻ്റെ പഴയ സിനിമകളിലുള്ള ബോഡിയാണ് ഇതിൽ പുള്ളി ആ മകൻ്റെ റോളിൽ കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വല്ല ട്രിക്സുമാണോ, ഗ്രാഫിക്സ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും പുള്ളി ആ കാര്യത്തിൽ റിയലായിട്ടാണെങ്കിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യാഷിൻ്റെ കാര്യത്തിൽ അവിടെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നു. ഇനി ശരിക്കും എന്താ സംഭവം ഞാൻ അവസാനം പറയാം. പിന്നെ നയൻതാര ഈ സിനിമയിൽ അവരുടെ കഥാപാത്രം കുഴപ്പമില്ല. കാരണം അവർക്ക് അവരുടെ ക്യാരക്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെയും വെറുപ്പിക്കുന്ന പോലത്തെ ഭാഗം വരാത്തത് കൊണ്ട് അത് നന്നായി. ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അത് നന്നായി എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ അതേപോലെ സുദേവ് നായർ ഇതിൽ കർമാടി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയത്തക്ക ഒരു കഥാപാത്രമൊന്നുമല്ല, യാഷിൻ്റെ ഒപ്പേ ഉള്ള ഒരു ക്യാരക്ടർ. അതും വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ എവിടെയും വെറുപ്പിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സിനിമയുടെ അവസാനം ഒരു നല്ലൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. ആ സസ്പെൻസിൽ യാഷിന് നമുക്ക് ഇതുകൊണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്കതിലൊരു ത്രില്ലിങ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് യാഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സസ്പെൻസ് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിൻ്റെ കഥയും സ്ക്രീൻ പ്ലേയും അതേപോലെ ഡയലോഗ് റൈറ്റിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസും അതേപോലെ യാഷും ചേർന്നാണ്. ദയവ് ചെയ്ത് ഇനി മുതൽ നിങ്ങൾ ഒരു സ്റ്റോറി റൈറ്റിംഗ് ചെയ്യരുത് എന്ന് ഞങ്ങളെ പറയിപ്പിക്കാനുള്ള ഒരു തെളിവായിട്ട് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഊളക്കഥ ഉള്ള സിനിമയാണ് ഈ ടോക്സിക്. അതേപോലെ സ്ക്രീൻ പ്ലേയും അതെ. പിന്നെ ഡയലോഗുകൾ KGF മൂവിയിലൊക്കെ ഉള്ള പോലെ കുറേ തത്വങ്ങൾ പറയുന്ന ഡയലോഗുകളാണ് ഇതിൽ. പക്ഷേ ഈ തത്വങ്ങളൊക്കെ നമുക്ക് മിക്കവാറും വെറുപ്പിക്കൽ തന്നെയുള്ളൂ. എവിടെ ഒരു ത്രില്ലിങ് തരുന്ന തത്വങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ 2 സംഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് വന്നിട്ട് ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഒരു ഡയലോഗ് പറയുമ്പോൾ ഒരു മൈരനും കഴിയില്ല എന്ന് തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ഓക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആണുങ്ങളെപ്പറ്റി അവിടെ പറയുന്നത് അത് കറക്റ്റ് ആയിരുന്നു, അത് ഉൾക്കൊള്ളാൻ പറ്റി, ശരി. ഇപ്പം അതേസമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ തത്വങ്ങളൊക്കെ ഇവർ കഷ്ടപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എവിടെയും തന്നെ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അതുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ യാഷ് നായകൻ്റെ അടുത്ത് വേറൊരു ക്യാരക്ടർ ചോദിക്കുകയാണ്, നിനക്കെന്താ അവളിൽ മാത്രം ഇത്രയധികം ഒരു മോഹം എന്ന്. അതായത് വേറെയും കുറേ മോഹങ്ങൾക്ക് ഈ സിനിമ നിറയെ പെണ്ണുങ്ങളാണ്, അതാ ഞാൻ പറയാം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവളിൽ മാത്രം എന്താണ്? അപ്പോൾ അതിന് നായകൻ പറയുന്ന തത്വം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവളോടുകൂടെ ആയിരിക്കുന്ന സമയത്തുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന്. അതായത് ഞാനൊരു തല്ലിപ്പൊളിയാണ് എന്നാണ് പറയുന്നത് പെണ്ണിൻ്റെ കാര്യത്തിൽ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. അത് ഈ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഉൾക്കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ആ രീതിയിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മറ്റേ ക്യാരക്ടറിന് കഴിയില്ലല്ലോ. ഓക്കെ, പക്ഷേ എന്നാലും അതൊന്നും നമുക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലാവുന്നത് തന്നെ. പിന്നെ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ KGF മൂവിയൊക്കെ പറയുകയാണെങ്കിൽ അതിൽ
താൻ ഒന്നുമല്ലാതായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ ചക്രവർത്തിയാകാൻ അതിൽ പടിപ്പടിയായിട്ടുള്ള നായകൻ്റെ ആ ഒരു കയറ്റം, അതേപോലെ വില്ലന്മാർ നല്ല എന്താ പറയുക ഭയങ്കരമായ വില്ലന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അതേപോലെ അതിലുള്ള ഇതേപോലെ തത്വങ്ങളുടെ ആ ഒരു ഡയലോഗ് റൈറ്റിങ്, അതൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് KGF ഫസ്റ്റും സെക്കൻഡും പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിലെ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ ഇത്രയും ആക്ഷനൊന്നും സത്യം പറഞ്ഞാൽ KGF വന്നിട്ടില്ല. പക്ഷെ എന്നാലും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അതാണ് ആ സിനിമയുടെ കാര്യം. ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെയും ആക്ഷനാണ്. അടി ഇടി വെടി പുക, അത് തന്നെയാണ് ഈ മൂവി. പക്ഷേ വില്ലന്മാരിതിൽ ആരാണെന്ന് ഒരു വ്യക്തതയേ ഇല്ല. ഇതിലെ ഒരു സാൽവഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോറ് വരുന്നുണ്ട്. ആ ഡോറിനെ മാത്രം നമുക്ക് കുറേ പറയുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ അനിയൻ വരുന്നുണ്ട്. അതേപോലെ തുടക്കത്തിൽ തന്നെ ഗോവയിൽ ഒരാളെ തൂക്കി തീർക്കുന്നുണ്ട്, തൂങ്ങി മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, തൂക്കിക്കൊല്ലുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ ആരാണ്? അപ്പോൾ അവരുടെയൊക്കെ ഒരു ചരിത്രം കാണിച്ചിട്ട് അവരൊക്കെ ഭയങ്കര വില്ലന്മാരാണെന്നൊക്കെ കാണിച്ചാൽ ഓക്കെ. ഇത് വെറുതെ കയ്യിൽ കിട്ടിയവരെയൊക്കെ വെട്ടി തള്ളി വെടിവെച്ച് മറ്റേ ബോംബിട്ട് അങ്ങനെ എങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കുകയാണ് നായകൻ. എവിടെയും ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. മിനിറ്റിന് വില്ലന്മാർ വന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നായകൻ അവരെ തീർത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിങ്ങും തോന്നുന്നില്ല. ഒരു വില്ലനും ഭയങ്കര സംഭവമായിട്ട് നമുക്കിതിൽ തോന്നുന്നുമില്ല. ഇത് ആദ്യം മുതൽ അവസാനം വരെയും, അവസാനം പോലും ഹെലികോപ്റ്ററിൽ അതിലും ഇതിലൊക്കെ കുറേ വില്ലന്മാരും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഗ്രാഫിക്സ് വർക്ക്, മഞ്ഞുമല, അത് ഇത് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടൊരു ത്രില്ലിങ് വരുന്നില്ല. നായകൻ കാര്യമായിട്ട് ആക്ഷൻ ചെയ്യുന്നുണ്ട് താനും. ആ അവസ്ഥയിൽ ഒരു ഊളക്കഥ എടുത്തു വെച്ചിരിക്കുകയാണ് ഗീതവും യാഷും ചേർന്നിട്ട്. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. പിന്നെ ഇതിൽ കിയാര അദ്വാനി, അവരുടെ പേര് പോലെ തന്നെ നല്ല അദ്വാനിയാണ് ഒരു മറ്റേ കാര്യത്തിൽ നിന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ പറയാതെ മനസ്സിലായില്ലല്ലോ, ലൈംഗികമായ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അതന്നെ മറ്റേ പരിപാടിയിൽ ഈ കിയാര അദ്വാനി സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരി, അവർ മാത്രമാണെന്ന് നോക്കിയാൽ നായികമാരിങ്ങനെ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നായകന് ആക്ഷൻ മാത്രമല്ല, ഈ ആക്ഷനും ശരിക്ക് കാണിക്കുന്നുണ്ട്. ഒരു സീന് ടീസറിൽ തന്നെ എല്ലാവരും കണ്ടതാണല്ലോ. ആ കാറിൻ്റെ ബാക്കിൽ നിന്ന് കാറ് കുലുങ്ങുമ്പോഴാണ് അത് അങ്ങോട്ട് പ്രസ്സായിട്ട് പൊട്ടുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നായകൻ വെടി പൊട്ടിക്കുന്നുണ്ട്. എന്തിലാണെന്ന് ഞാൻ പറയണ്ടല്ലോ, രണ്ട് കാര്യങ്ങൾ ആ പൊട്ടിക്കൽ തന്നെ ഈ സിനിമയിൽ കുറേ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാഷിനെ എങ്ങനെയാണ് ഭാര്യ സഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് യാഷ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. യാഷിൻ്റെ ഭാര്യയും പറയുന്നുണ്ട് ഈ സിനിമയിലെ കുറേ സീനുകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തി. എന്ത് തേങ്ങയ്ക്കാണ് യാഷ് ഇതൊക്കെ എഴുതി കൂട്ടി ഇങ്ങനെ സിനിമയാക്കി വെച്ചിരിക്കുന്നത്? ഒരു സുഖമില്ലാത്ത രീതിയിലാണ് സിനിമ മൂവാകുന്നത്. പിന്നെ ഇതിൽ മകൻ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് കഥകളിയും മറ്റതും മറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ചിരിക്കാതെ വേറെന്താ ചെയ്യുക? ദേഷ്യം വരികയാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. ഇത് എപ്പോഴാണ്? എന്നിട്ട് ക്ലൈമാക്സ് എത്തിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് തന്നെ ഒരു ലെവലില്ലാത്ത രീതിയിൽ സിനിമ തീർന്നു. ഗീതു ആൻഡ് യാഷ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എഴുതി വരുന്നു. മൊത്തത്തിൽ പറഞ്ഞ ഒരു ബോറൻ ഊളപ്പടം യാഷ് ചെയ്തിരിക്കുകയാണ്. ഇനി യാഷ് ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ യാഷിൻ്റെ ഉള്ള വില പോലും പോവും. സിനിമയ്ക്ക് പോയപ്പോൾ തന്നെ രാമായണയുടെ ടീസർ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ യാഷ് ഗംഭീര സംഭവമായിട്ട് രാവണനായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി യാഷിൻ്റെ കാര്യത്തിൽ ആ സിനിമ പ്രതീക്ഷിച്ചിരിക്കാം, അത്രയേ ഉള്ളൂ.